വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാമലക്കണ്ടത്തിൻ്റെ വീഡിയോയുടെ കുറേ ഭാഗങ്ങൾ കണ്ടു. നമ്മൾ വിസിറ്റ് ചെയ്തിരുന്ന ഭാഗങ്ങൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു KSRTCയുടെ മുഴുവൻ ട്രിപ്പ് കാണിക്കാമെന്ന്. അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കാണുന്ന ചീയപ്പാറ വാട്ടർഫാൾസ് ഉള്ള സ്ഥലമാണ്, വാട്ടർഫാൾസ് അല്ല. അതുപോലെ തന്നെ അല്പം കഴിഞ്ഞാലാണ് ഇവിടെ വാളറ വാട്ടർഫാൾസ്. ഈ രണ്ട് വാട്ടർഫാൾസിൻ്റെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല വാട്ടർഫാൾസ് ആയിട്ട് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൺസൂണിലോ അല്ലെങ്കിൽ മൺസൂൺ കഴിഞ്ഞ മാസങ്ങളിലോ, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെല്ലാം പോയാൽ ഇവിടെ നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കും. നമ്മളങ്ങനെ ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനുള്ള വഴിക്ക് കയറിയിട്ട് മാമലക്കണ്ടത്തിലേക്ക് പോവുകയാണ്. മാമലക്കണ്ടത്തിലേക്ക് സർവീസ് നടത്തുന്ന ഓറിയന്റ് റൂട്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി പോകുന്നത്. 2025 മാർച്ച് മാസത്തിലാണ് നമ്മളുടെ ഈ KSRTCയുടെ ബജറ്റ് ദിവസത്തിലുള്ള മാമലക്കണ്ടം ജംഗിൾ സഫാരി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയൊന്നുമില്ല, വെള്ളച്ചാട്ടങ്ങളും പല സ്ഥലങ്ങളിലും ഇല്ല, വെള്ളം തന്നെ ഇല്ല. നമ്മളീ പോകുന്ന വഴിക്കെല്ലാം കാണുന്ന കുന്നും ചെരുവുകളിലും മലയിലും എല്ലാം മുൻപ് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നതിൻ്റെ അടയാളങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ ഇടതുഭാഗത്തായിട്ട് കാണുന്ന മലയിൽ മുകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചിറങ്ങിയിരിക്കുന്ന അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മൺസൂണായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കാണാൻ സൗന്ദര്യമുള്ള നല്ല വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ മുകളിൽ കാണുന്ന കഴിഞ്ഞ കൊല്ലത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മാർക്കാണ്. നമ്മളങ്ങനെ മാമലക്കണ്ടം സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. മാമലക്കണ്ടം പോകുന്നവരെല്ലാം വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. മാമലക്കണ്ടത്തെ ഒരു ഹൈലൈറ്റ് ആണ്. ഈ മാമലക്കണ്ടം സ്കൂളിൻ്റെ വീഡിയോയും ഇതിൻ്റെ പരിസരത്തുള്ള വീഡിയോകളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടു. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കാഴ്ചകളെല്ലാം കാണിച്ചുകൊണ്ട് ഇവിടെ ഞാനത് വിശദമായിട്ട് കാണിക്കുന്നില്ല. ഞങ്ങൾ ഈ മാമലക്കണ്ടം സ്കൂളിൻ്റെ അടുത്ത് വെച്ച് KSRTCയിൽ പോയിരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ നിന്ന് ഫോട്ടോവിന് പോസ്റ്റ് ചെയ്തു. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഞങ്ങളങ്ങനെ മാമലക്കണ്ടം സ്കൂളെല്ലാം കണ്ടതിന് ശേഷം ഇപ്പോൾ തിരിച്ചു പോകുന്നത് മാങ്കുളത്തേക്കാണ് പോകുന്നത്. ആനക്കുളത്തേക്ക്, അതായത് മാങ്കുളം വഴി ആനക്കുളത്തേക്ക്. നമ്മളിവിടെ തിരുച്ചി നാഷണൽ ഹൈവേയിൽ തന്നെ ഇരുമ്പുപാലം എന്ന സ്ഥലത്ത് കയറിയതിന് ശേഷം അവിടെ നിന്ന് കല്ലാർ വാട്ടർഫാൾസിൻ്റെ അടുത്ത്, അവിടെയും വാട്ടർഫാൾസ് എന്ന് ഇപ്പോൾ പറയാനേ കഴിയുള്ളൂ. മഴക്കാലത്ത് നമുക്കവിടെ വാട്ടർഫാൾസ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് തിരിഞ്ഞാണ് മാങ്കുളത്തേക്ക് പോകേണ്ടത്. നമ്മളങ്ങനെ ഈ കാട്ടിൽ കൂടെ കല്ലാർ ഭാഗത്തേക്ക് ഇരുമ്പുപാലം വഴി നമ്മൾ ഹൈവേയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള ഈ കാഴ്ചകളെല്ലാം കണ്ടാണ്. വളരെ വീതി കുറഞ്ഞ റോഡാണ്. റോഡെല്ലാം നല്ല റോഡാണ്. പക്ഷേ ഇതിലെ ഒരു വാദം വന്നാൽ സൈഡ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. നമ്മളങ്ങനെ ഹൈവേയിലുള്ള മൂന്നാർ ഹൈവേയിലുള്ള കല്ലാർ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ചെറിയ തോതിൽ അല്പം വെള്ളം ഒഴുകി വരുന്നതല്ലാതെ ഇവിടെ ഇപ്പോൾ വാട്ടർഫാൾസ് ഒന്നുമില്ല. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോകളിൽ ഈ വാട്ടർഫാൾസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡിഫറൻസ്, എന്തുമാത്രം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ച. അല്പനേരം ഞങ്ങളിവിടെ ചുറ്റി സ്ഥലമെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും നമ്മളെ ബസ്സിൽ കയറിയിട്ട് മാങ്കുളത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് അല്പം കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇടതുവശം ചേർന്ന് മുകളിലേക്ക് കയറിയിട്ടാണ് മാങ്കുളം പോകേണ്ടത്. വളരെ വലിയ കയറ്റമാണ്, അതുപോലെ തന്നെ വളവുകളും. പല സ്ഥലത്തും KSRTC ബസ് റിവേഴ്സ് എടുത്തിട്ട് കയറേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ അല്പം വെള്ളം കണ്ട സ്ഥലമാണിത്, കൈനഗിരി വാട്ടർഫാൾസ്.
പീച്ചാട് എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ പീച്ചാട് വാട്ടർഫാൾസ് എന്നും പറയുന്നുണ്ട്. ഈ വാട്ടർഫാൾസിന്റെ വേറിട്ട കാഴ്ചകൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ, തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കൂടുതൽ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. ആ വീഡിയോ കാണാത്തവർ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. അല്പനേരം ഞങ്ങളിവിടെ ഈ വെള്ളച്ചാട്ടവും എല്ലാം നോക്കി നിന്ന് ഇവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മുടെ യാത്രയുടെ ഉടനീളം ആകെ കണ്ട ഒരു വാട്ടർഫോളായിരുന്നു ഈ മാർച്ച് വേനൽക്കാലത്ത്. അതിനുശേഷം ഞങ്ങൾ മംഗളത്തേക്ക് പോകുമ്പോൾ തന്നെ ചെറിയൊരു ടീ എസ്റ്റേറ്റിന്റെ നടുവിൽ കൂടിയാണ് പോകുന്നത്. ഈ റൂട്ടിൽ ടീ എസ്റ്റേറ്റ് വളരെ കുറവാണ്. ഈ ടീ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ജനവാസ മേഖല തന്നെയാണ്. എന്നാലും അല്പദൂരമേ ഉള്ളൂവെങ്കിലും ഈ ടീ എസ്റ്റേറ്റ് എല്ലാം കാണാൻ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഈ ടീ എസ്റ്റേറ്റിലും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് സഞ്ചാരികളെല്ലാം. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും അല്പം മുന്നോട്ട് പോയി. ഇവിടെ നിന്നാണ് റോഡ് രണ്ട് ഭാഗത്തേക്കും തിരിയുന്നത്. ഒന്ന് മാങ്കുളം ആനക്കുളം ഭാഗത്തേക്കും, മറ്റൊന്ന് മൂന്നാറിലേക്കും. മംഗളത്ത് പോയിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് വേണം തിരിച്ച് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് പോകുന്നതിന് വേണ്ടി. നമ്മളിപ്പോൾ പോകുന്നത് മാങ്കുളം ഭാഗത്തേക്കാണ്. നമ്മളങ്ങനെ ഈ റോഡ് തിരിയേണ്ട ഈ ജംഗ്ഷൻ ഇവിടെ നിന്നാണ് നമ്മൾക്ക് രണ്ട് സൈഡിലേക്കും തിരിയുണ്ട്. ഇടതുവശത്തേക്ക് പോയാൽ മാങ്കുളം ആനക്കുളം, അതുപോലെ വലതുഭാഗത്തേക്ക് പോയാൽ മൂന്നാർ. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മളിപ്പോൾ ആനക്കുളം വരാൻ പോകുന്ന റോഡിൽ കൂടെ തന്നെ തിരികെ ഇവിടെ വരണം. ഇവിടെ നിന്ന് വേണം നമുക്ക് മൂന്നാർ ഭാഗത്തേക്ക് പോകാനായിട്ട്. ഇവിടെ നിന്ന് അല്പദൂരം കൂടി പോയപ്പോൾ ടൈഗർ കേവ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഈ ഇടതുഭാഗത്ത് കാണുന്ന പുഴയുടെ കുറുകെ ഒരു തൂക്കുപാലവുമുണ്ട്. പക്ഷെ വെള്ളം തീരെ ഇല്ലാത്തതുകൊണ്ട് പുഴയിൽ തന്നെ വെള്ളമില്ല, പിന്നെ വെള്ളച്ചാട്ടവും കാണില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. അതിന്റെ മുന്നിൽ കൂടി പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. മൺസൂണിൽ നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയാൽ നല്ല കാഴ്ചയായിരിക്കും. എങ്കിലും ഈ വഴി പോകുന്ന ടൂറിസ്റ്റുകൾ, ജീപ്പിലും കാറിൽ പോകുന്നവരെല്ലാം ഇവിടെ ഇറങ്ങി പുഴയിലും തൂക്കുപാലത്തിലെല്ലാം വന്ന് നടന്നിട്ടാണ് തിരികെ പോകുന്നത്. ഞങ്ങൾ നേരെ മാങ്കുളത്തേക്ക് പോവുകയാണ്. അല്പം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ചിൻ്റെ സമയമായി. ഇവിടെ തന്നെ ഈ പുഴയുടെ തീരത്തുള്ള ഒരു റിസോർട്ടിലാണ് ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. KSRTC ബസ്സിൽ പോകുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും ഇവിടെയാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഈ പുഴയാണ് നമ്മൾ അവിടെ കണ്ടത്. ടൈഗർ കേവിൽ കൂടി പോകുന്നത്. തീരെ വെള്ളമില്ല. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച റിസോർട്ട് ഉള്ളത്. ആ റിസോർട്ടിനോട് ചേർന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് നേരെ കാണുന്നതാണ് റിസോർട്ട്. ഇവിടെയായിരുന്നു ഭക്ഷണം. ഇവിടെ ടെന്റ് സ്റ്റേയും മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അല്പനേരം ഞങ്ങളിവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ആനക്കുളത്തേക്ക് യാത്ര തുടരുകയാണ്. ആനക്കുളത്തെ കാഴ്ചകളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ വീഡിയോ കാണാത്തവരത് കാണുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇല്ലിമുളം കാടുണ്ട്, ഒരു ചെറിയൊരു പാർക്ക്. ആ വീഡിയോയും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു 10 മിനിറ്റ് കാണിക്കേണ്ട കാഴ്ചകൾ ആ വീഡിയോയിലുണ്ട്. നമ്മളങ്ങനെ ആനക്കുളത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു
അത് പുഴയിലുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇല്ലി പാർക്കുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇവിടെ കാണുന്നതാണ് നമ്മൾ വന്ന വഴിയിലേക്കുള്ള ബോർഡാണ് കാണിക്കുന്നത്. കൂടാതെ ഫോറസ്റ്റ് ഓഫീസും ഇവിടെ കാണാൻ കഴിയും, മംഗളം ഫോറസ്റ്റ് ഓഫീസ്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് മൂന്നാറിലേക്ക് പോകുന്നത്. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെയും വിശദമായ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ആ വീഡിയോ കാണാത്തവർ കാണുക. കണ്ട കാഴ്ചകൾ വീണ്ടും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇവിടെ ഞങ്ങൾ ബസ് നിർത്തി ഇവിടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം എല്ലാവരും ചേർന്ന് വീണ്ടും ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചിരുന്നതാണ്. ഇനി അല്പ ദൂരം നമ്മൾ ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടിയുള്ള ബസ് യാത്രയാണ്. ചുറ്റും കാണാനായിട്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് അല്പം ഈ കാഴ്ച കണ്ട് സഞ്ചരിക്കാം. അതിനുശേഷം വീഡിയോ അവസാനിക്കുന്നത് കേരള ഫാം എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് മൂന്നാറിൽ നിന്ന് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹൈവേയിൽ. അവിടെയാണ് പിന്നീട് ബസ് നിർത്തിയത്. അവിടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഉള്ള ചായപ്പൊടികളും മറ്റും പലതും വാങ്ങിക്കാനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പാണ്. എങ്കിലും അതൊന്ന് കാണിക്കുന്നുണ്ട്. അതുവരെ നമ്മൾ ഈ എസ്റ്റേറ്റിൻ്റെ നടുവിൽ കൂടിയുള്ള യാത്രയാണ്. ഇതോടുകൂടി ഞാൻ ഈ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.